മധ്യമനികായ 14 ചൂള ദുഃഖഖന്ധ സൂത്ത്. ദുഃഖസ്കന്ധങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയ സൂത്തം. ആധ്യാത്മിക പാതയിൽ മുന്നേറുന്ന പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് സാധന ചെയ്യാറുണ്ട്, എന്നാലും എൻ്റെ കാമാസക്തി കുറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി കുറയുന്നില്ല എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഈ സൂത്രത്തിൽ ഭഗവാൻ ബുദ്ധൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ധ്യാനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാനം നടത്തുന്ന സമയത്ത് അതിലുണ്ടാകുന്ന സുഖം, പീതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ പ്രീതി, സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖം, അല്ലെങ്കിൽ അതിനേക്കാളും ശാന്തമായിട്ടുള്ള സുഖം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും കാമസുഖങ്ങളിലേക്ക് വഴുതി വീഴും. പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ സുഖം ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാളും ശാന്തമായിട്ടുള്ള അവസ്ഥ നമുക്ക് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ കാമസുഖങ്ങളിൽ നമ്മൾ പെടില്ല. കാരണം ഇത് ദുഃഖകരമായിട്ടുള്ളൊരു സുഖമായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം നമ്മൾ അനുഭവിച്ച ആ ശാന്തിയുമായിട്ട് സുഖവുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇത് വളരെ സ്ഥൂലമാണ്, അതിനാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടില്ല. പലരും പറയാറുണ്ട്, ധ്യാനത്തിലെ സുഖം എന്നത് ഒരിക്കലും ആഗ്രഹിക്കരുത്, അതിനെ ഭയപ്പെടണം, അതിലൊരിക്കലും ആസക്തരാകരുത് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ അത് അനുഭവിക്കേണ്ട ആവശ്യകത ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ കപിലവസ്തുവിൽ ശാക്യന്മാരുടെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ശാക്യകുലത്തിലെ മഹാനാമ എന്ന വ്യക്തി ബുദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. ബന്ദേ, ഒരുപാട് നാളായി ഞാൻ താങ്കളുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു. താങ്കളുടെ ഉപദേശം ഇങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ലോഭോ ചിത്തസ്സ ഉപക്ലേശോ, ദോഷോ ചിത്തസ്സ ഉപക്ലേശോ, മോഹോ ചിത്തസ്സ ഉപക്ലേശോ. ചിത്തത്തിൻ്റെ ഉപക്ലേശം അല്ലെങ്കിൽ കളങ്കം എന്നത് ലോഭമാണ് അല്ലെങ്കിൽ രാഗമാണ്. ചിത്തത്തിൻ്റെ ഉപക്ലേശം അല്ലെങ്കിൽ കളങ്കം എന്നത് ദോഷോ ആണ് അല്ലെങ്കിൽ ദ്വേഷമാണ്. ചിത്തത്തിൻ്റെ ഉപക്ലേശം അല്ലെങ്കിൽ കളങ്കം എന്നത് മോഹമാണ്. ഈ ലോഭ ദോഷ മോഹങ്ങൾ എന്തൊക്കെയാണ്? ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തി അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം, അതിനെയാണ് ലോഭം എന്ന് പറയുന്നത്. ദോഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വേഷം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. രാഗം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദ്വേഷം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. മോഹം എന്ന് പറയുന്നത് ഇത് രണ്ടും തൻ്റെയാണ് എന്ന തോന്നൽ, ആ മുഹ്യത, അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ മനസ്സ് ധ്യാന വസ്തുവിലായിരുന്നു. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചിന്തകൾ വന്നു, അതിനെയാണ് നമ്മൾ രാഗം എന്ന് പറയുക. ഇഷ്ടമില്ലാത്ത ചിന്തകൾ വന്നു, അതിനെ മോഹം എന്ന് പറയും. ഈ രണ്ട് ചിന്തയും എൻ്റെയാണ് എന്ന ആ തോന്നൽ, അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. ഈ രാഗദ്വേഷ മോഹങ്ങളാണ് ചിത്തത്തിൻ്റെ ഉപക്ലേശം അല്ലെങ്കിൽ കളങ്കം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് അകുശലധർമ്മം അല്ലെങ്കിൽ പാപധർമ്മം എന്ന് പറയുന്നത്. രാഗമില്ലാത്ത, ദ്വേഷമില്ലാത്ത, മോഹമില്ലാത്ത ചിന്തകളെ കുശലധർമ്മങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പുണ്യധർമ്മങ്ങൾ എന്ന് പറയുന്നു. എനിക്ക് ഇത് വളരെ നന്നായിട്ടറിയാം. ലോഭം അല്ലെങ്കിൽ രാഗം, ദ്വേഷം, മോഹം, ഇത് മൂന്നും ചിത്തത്തിൻ്റെ ഉപക്ലേശമാണ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നിരുന്നാലും പല സമയത്തും എൻ്റെ ചിന്തയിൽ ഈ രാഗദ്വേഷ മോഹങ്ങളുള്ള ചിന്തകൾ വരുന്നു. ബന്ദേ, എൻ്റെ ഉള്ളിൽ എന്ത് ധർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം രാഗദ്വേഷ മോഹങ്ങൾ ഉള്ള ഇത്തരം ചിന്തകൾ വരുന്നത്? മഹാനാമ, നിൻ്റെ ഉള്ളിൽ അത്തരം ഒരു ധർമ്മം ഉണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ മനസ്സിൽ ഇത്തരം ചിന്തകൾ വരുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ മനസ്സിൽ രാഗദ്വേഷ മോഹ ചിന്തകൾ വരുന്നത്. നിൻ്റെ ഉള്ളിലുള്ള ആ ധർമ്മത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പിന്നെ ഗൃഹസ്ഥനായിട്ട് ഇരിക്കില്ല, നിനക്ക് ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കാനും സാധിക്കില്ല. മഹാനാമ, നിൻ്റെ ഉള്ളിലുള്ള ആ ധർമ്മത്തെ നീ ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പോഴും ഗൃഹസ്ഥനായിട്ട് ഇരിക്കുന്നത്, എന്നിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കുന്നത്. ഈ ഇന്ദ്രിയ സുഖങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ നമ്മൾക്ക് ഒരിക്കലും തൃപ്തി തരില്ല. വളരെയധികം ദുഃഖവും അതേപോലെ തന്നെ പ്രയാസവുമാണ് അത് തരുന്നത്. അത് ഒരുപാട്
ഭയവും കഷ്ടവും തരുന്നതാണ്. അതായത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന സുഖങ്ങൾ, ഇഷ്ടമുള്ള രൂപം, ഇഷ്ടമുള്ള ഗന്ധം, ഇഷ്ടമുള്ള ശബ്ദം, ഇഷ്ടമുള്ള സ്പർശം, ഇതെല്ലാം തന്നെ ഇന്ദ്രിയ സുഖങ്ങളാണ്. ഇത് ഒരിക്കലും നമ്മൾക്ക് തൃപ്തി തരില്ല. അതുകൂടാതെ ഒരുപാട് കഷ്ടം നമ്മൾക്ക് തരുന്നതാണ്. മഹാനാമ, ഒരു ആര്യശ്രാവകൻ ഈ സത്യത്തെ വളരെ വ്യക്തമായിട്ട് അവൻ്റെ പ്രജ്ഞയാൽ കണ്ടിട്ടുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾ ഒരിക്കലും സുഖം തരില്ല. രാഗദ്വേഷ മോഹങ്ങളാണ് പ്രശ്നം എന്ന് അവന് നന്നായിട്ടറിയാം. എന്നാലും അവൻ എന്നുവരെ ഈ പ്രീതി സുഖ് അതിൻ്റെ അനുഭവം ചെയ്യുന്നില്ലയോ, അല്ലെങ്കിൽ അതിനേക്കാളും ശാന്തകരമായിട്ടുള്ള അനുഭവത്തിൻ്റെ അനുഭവം ആകുന്നില്ലയോ, അതുവരെ അവൻ വീണ്ടും ഈ കാമസുഖത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. സോച അന്യത്രേവ കാമേഹി അന്യത്ര അകുശലേഹി ധമ്മേഹി പീതിസുഖം നാദിഗച്ഛതി അന്യം വാ തതോ സന്തതരം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആര്യശ്രവകൻ അന്യത്രേവ കാമേഹി, അതായത് കാമഗുണങ്ങൾ ഇല്ലാതെ, അന്യത്ര അകുശലേഹി ധമ്മേഹി, അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ, അതായത് രാഗദ്വേഷം ഇല്ലാതെ, പീതിസുഖം നാദിഗച്ഛതി, പീതി സുഖം ഇത് ഇതുവരെ ലഭിക്കുന്നില്ലയോ, അതുവരെ ആ കാമസുഖങ്ങളിലേക്ക് വീണ്ടും പോകും എന്നാണ് പറയുന്നത്. എന്നാൽ ആ ആര്യശ്രാവകർ ഈ പ്രീതി സുഖം അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും ശാന്തമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവരുടെ മനസ്സ് ഒരിക്കലും ആ കാമസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോകുകയില്ല. ഇന്നും പല വ്യക്തികളും ആധ്യാത്മിക സാധന ചെയ്യുന്നവരാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷവും അവരുടെ മനസ്സിൽ കാമവിചാരങ്ങൾ പോകുന്നില്ല എങ്കിൽ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നു, അതിൻ്റെ നിവാരണമാണ് ഇവിടെ പറയുന്നത്. ധ്യാനം അഭ്യസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പീതി സുഖം എന്നിവ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അത് അനുഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ കാമസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ കാമവിചാരങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചായില്ല. കാരണം വളരെ ശാന്തകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. പക്ഷേ ഈ കാമവികാരങ്ങൾ എന്നിവ സ്ഥൂലമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ സ്ഥൂലമായിട്ടുള്ള അവസ്ഥ ഒരിക്കലും ആ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ച വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല. ആരെങ്കിലും പറയുകയാണ് നിങ്ങളോട് ധ്യാനത്തിലെ പീതി സുഖം എന്നിവ വളരെ അപകടമാണ്, ഒരിക്കലും അതിൽ ആസക്തരാകരുത് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. പീതി സുഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ ആ പ്രീതി സുഖം എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാത്തതായിരിക്കണം, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങൾ ഇല്ലാത്തതായിരിക്കണം. അതായത് രാഗദ്വേഷത്തിൽ ആശ്രിതമാകരുത് എന്നാണ് പറയുന്നത്. മഹാനാമ, ബുദ്ധനാകുന്നതിന് മുൻപ് ഞാനും എൻ്റെ പ്രജ്ഞയാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾ ഒരിക്കലും തൃപ്തി തരുന്നതല്ല, അത് ഒരുപാട് ദുഃഖവും പ്രയാസവും തരുന്നതാണ്, അത് ഭയാവഹമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്ന്. എന്നാൽ എന്നുവരെ എനിക്ക് ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതീതമായിട്ടുള്ള, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങൾക്ക് അതീതമായിട്ടുള്ള ഈ പ്രീതി സുഖം ലഭിച്ചിട്ടില്ലയോ, അതിനേക്കാൾ ശാന്തമായിട്ടുള്ള അവസ്ഥ എനിക്ക് ലഭിച്ചിട്ടില്ലയോ, അതുവരെ ഞാൻ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ എപ്പോൾ ഞാൻ ആ പീതിയും സുഖവും അനുഭവിച്ചോ, അതിനേക്കാൾ ശാന്തകരമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ചോ, ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതീതമായിട്ടുള്ള, അകുശല ധർമ്മങ്ങൾക്ക് അതീതമായിട്ടുള്ള ആ ശാന്തി ഞാൻ അനുഭവിച്ചോ, അപ്പോൾ ഞാൻ കാമസുഖങ്ങളിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പ്രസ്താവിച്ചു. കോച്ച മഹാനാമ കാമാനം അസാദോ. മഹാനാമ, ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം എന്താണ്? പഞ്ചിമേ മഹാനാമ കാമഗുണ. മഹാനാമ, ഈ ഇന്ദ്രിയ സുഖങ്ങൾ 5 തരത്തിലുണ്ട്. കഥമേ പഞ്ച, ഏതാണ് ആ 5 എണ്ണം? ചക്കുവിജ്ഞേയ രൂപ, ഇട്ട, കന്ത, മനാപ, പിയരൂപ, കാമൂപസംഹിത, രജനീയ. ചക്കു വിജ്ഞേയ രൂപ, കണ്ണിലാൽ കാണപ്പെടുന്ന ആ രൂപം, അത് ഇഷ്ടമാണ്,
ആഗ്രഹിക്കുന്നതാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, പ്രിയരൂപമാണ്, കാമം ഉണ്ടാക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. ഇതിനെയാണ് ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഏതൊന്ന് ഇഷ്ടമാണോ, പ്രിയങ്കരമാണോ, ആസ്വാദനമാണോ, നല്ലതാണോ, അതിനെയാണ് ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ പറഞ്ഞു, അതേപോലെ തന്നെ ബാക്കി ഇന്ദ്രിയങ്ങളുടെയും. സോതവിന്യേയ സദ്ദ, ചെവിയിലെ ശബ്ദം, ഘാണവിന്യേയ ഗന്ധ, മൂക്കിലെ ഗന്ധം, ജീവാവിന്യേയ രസ, നാവിലെ രസം, കായവിന്യേയ ഫോട്ടബ്ബ, ശരീരം കൊണ്ടുള്ള സ്പർശം, ഇട്ട, കന്ത, മനാപ, പീയരൂപ, കാമൂപസംഹിത രജനീയ. അത് ഇഷ്ടമാണ്, പ്രിയങ്കരമാണ്, മനസ്സിനിണങ്ങിയതാണ്, പ്രിയങ്കരമാണ്, കാമ ഉണ്ടാക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. ഇമേഖോ മഹാനാമ പഞ്ചകാമഗുണ. മഹാനാമ, ഇതാണ് ആ 5 ഇന്ദ്രിയ സുഖങ്ങൾ. ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, സുഖം, അതാണ് കാമഗുണങ്ങളുടെ ആസ്വാദനം. അതായത് ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം എന്ന് പറയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളുടെ വിഷയവുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമാണ്, സുഖമാണ്, ആസ്വാദ്യകരമാണ് എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനം. കോച്ച മഹാനാമ കാമാനം ആദിനവോ. മഹാനാമ, ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം എന്താണ്, പ്രശ്നം എന്താണ്? മഹാനാമ, ഒരു വ്യക്തി സ്വന്തം ജീവിതം നയിക്കുന്നതിന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടതുണ്ട്. ആ ജോലി ഗണിതമായിരിക്കാം, അക്കൗണ്ടിങ് ആയിരിക്കാം, കണക്കുകൂട്ടലായിരിക്കാം, കൃഷിയായിരിക്കാം, വ്യവസായം ആയിരിക്കാം, പശുപരിപാലനം ആയിരിക്കാം, ധനുർവിദ്യ ആയിരിക്കാം, ഗവൺമെൻറ് സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജോലിയായിരിക്കാം. ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് രാജപുരസേന, അതായത് രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. ഏതൊരു വ്യക്തിക്കും ഇതേപോലുള്ള ഏതെങ്കിലും ജോലി ചെയ്തിട്ട് മാത്രമേ ധനം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് 5 കാമഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, 5 ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ധനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് TV വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ, മൊബൈൽ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ, കാറ് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ, അതേപോലെ തന്നെ നല്ല വീട് കെട്ടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിനു വേണ്ടി അവർക്ക് ചൂട്, തണുപ്പ് സഹിക്കേണ്ടി വരും, ഈച്ച, കൊതു ഇവയെ നേരിടേണ്ടി വരും, കാറ്റ്, സൂര്യൻ, അതേപോലെ തന്നെ മറ്റു പ്രാണികൾ ഇവയെ നേരിടേണ്ടി വരും, ദാഹം, വിശപ്പ് ഇവയാൽ ചിലപ്പോൾ മരണപ്പെട്ടു എന്നും വരാം. അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചൂട്, തണുപ്പ്, അതേപോലെ തന്നെ വെയിൽ, വിശപ്പ്, ദാഹം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. ഈ ദുഃഖങ്ങളെല്ലാം ഇന്ദ്രിയ സുഖങ്ങളുടെ കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് അതിൻ്റെ നിദാനം. ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രശ്നം, ഭയം എന്നത് ഈ ജീവിതത്തിൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ വ്യക്തി വളരെയധികം കഠിനമായിട്ട് പരിശ്രമിക്കും, പ്രയത്നിക്കും, കഷ്ടപ്പെടും. പക്ഷേ എന്നാലും ഒരു പക്ഷേ ആ വ്യക്തിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ദുഃഖത്താൽ കരയാൻ തുടങ്ങും, ദുഃഖിക്കാൻ തുടങ്ങും, നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങും, മോഹാലസ്യപ്പെട്ട് വീണു എന്നും വരാം. എന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ കഠിന പരിശ്രമം പാഴായി, എൻ്റെ കഷ്ടപ്പാടിന് ഒട്ടും തന്നെ ഫലം ലഭിച്ചില്ല. ഈ ദുഃഖങ്ങൾ എല്ലാം ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, അതിൻ്റെ കാരണമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം, പ്രശ്നം അത് ഈ ജീവിതത്തിൽ തന്നെ ദൃശ്യമാണ്. ഇനി അതേ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടു, പ്രയത്നിച്ചു, ബുദ്ധിമുട്ടി, എന്നിട്ട് ആവശ്യത്തിന് ധനമുണ്ടാക്കി എന്ന് കരുതുക. എന്നാൽ ആ ധനത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിക്കേണ്ടി വരും. കാരണം അയാൾ ഈ രീതിയിൽ ചിന്തിക്കും, എൻ്റെ ധനം രാജാവ് അല്ലെങ്കിൽ കള്ളൻ മോഷ്ടിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? തീ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇഷ്ടമില്ലാത്ത അനന്തരാവകാശി കൈക്കലാക്കുന്നതിൽ നിന്ന് എങ്ങനെ അതിനെ രക്ഷിക്കാം?
ഇന്നും പല മാതാപിതാക്കളും ഈ രീതിയിൽ ചിന്തിക്കാറുണ്ട്. സ്വന്തം മക്കൾ അവരെ നോക്കാറില്ല. അപ്പോൾ അവർ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഈ സ്വത്ത് ഇവരുടെ പേർക്ക് കൊടുക്കുന്നത് എന്ന് അവർ വിചാരിക്കും. എന്നാൽ എത്ര തന്നെ അവർ അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും രാജാക്കന്മാരോ കള്ളന്മാരോ അതിനെ കൈക്കലാക്കും. അല്ലെങ്കിൽ അത് അഗ്നിയിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകും, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത അനന്തരാവകാശി അത് കൈക്കലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർ ദുഃഖിക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും, നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങും, മോഹാലസ്യപ്പെടും. ഇത് ഒരിക്കൽ എൻ്റെയായിരുന്നു, ഇപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു. ഈ ദുഃഖങ്ങളെല്ലാം കാമങ്ങളുടെ കാരണമാണ്, അതിൻ്റെ നിദാനമാണ്. അതുമൂലമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇന്ദ്രിയ സുഖങ്ങൾ മൂലമാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയം അല്ലെങ്കിൽ പ്രശ്നം അത് ഈ ജീവിതത്തിൽ തന്നെ ദൃശ്യമാണ്. മാത്രമല്ല, കാമസുഖങ്ങൾക്ക് വേണ്ടി തന്നെയാണ് രാജാക്കന്മാർ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ക്ഷത്രിയന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ബ്രാഹ്മണന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഗൃഹസ്ഥന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, അമ്മ മക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, മക്കൾ അമ്മയുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, അച്ഛൻ മകനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, മകൻ അച്ഛനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, സഹോദരൻ സഹോദരനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, സഹോദരൻ സഹോദരിയുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, സഹോദരി സഹോദരനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, സുഹൃത്ത് സുഹൃത്തുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശണ്ട കൂടുന്നത്, വഴക്കിടുന്നത്. അങ്ങനെ അവർ ശണ്ട കൂടുന്ന സമയത്ത്, വഴക്കിടുന്ന സമയത്ത്, തർക്കിക്കുന്ന സമയത്ത് അവർ പരസ്പരം കൈമുഷ്ടി കൊണ്ടോ പാറക്കഷ്ണം കൊണ്ടോ വടി കൊണ്ടോ അല്ലെങ്കിൽ വാളുകൊണ്ടോ പരസ്പരം ആക്രമിക്കുന്നു. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. ഇത് ഇന്ദ്രിയ സുഖങ്ങളുടെ കാരണമാണ്. ഇന്ദ്രിയ സുഖം മൂലമാണ് ഈ ദുഃഖം ഉണ്ടായത്. ഈ ജീവിതത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഭയമാണ് അത്. മാത്രമല്ല, ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് അവർ അവരുടെ വാളും പരിചയം എടുക്കുന്നു, അമ്പും വില്ലും എടുക്കുന്നു. എന്നിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്നു. അമ്പുകൾ പായുന്നു, വാളുകൾ തിളങ്ങുന്നു. അപ്പോൾ അവരെ അമ്പ് തറയ്ക്കുന്നു, കുന്തങ്ങൾ തറയ്ക്കുന്നു, അവരുടെ കഴുത്ത് വെട്ടിമാറ്റപ്പെടുന്നു. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. ഇന്ദ്രിയ സുഖങ്ങൾ മൂലമാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടായത്. ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഭയം ഇത് തന്നെയാണ്. മാത്രമല്ല, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ വാളും പരിചയം എടുക്കുന്നത്, അമ്പും വില്ലും എടുക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരുടെ കോട്ടകളിൽ അവർ ആക്രമണം അഴിച്ചുവിടുന്നു, സാമ്രാജ്യത്തെ ആക്രമിക്കുന്നു. അമ്പുകൾ പായുന്നു, കുന്തങ്ങൾ പായുന്നു, വാളുകൾ തിളങ്ങുന്നു. അപ്പോൾ അവരെ അമ്പ് തറയ്ക്കുന്നു, കുന്തങ്ങൾ തറയ്ക്കുന്നു. ശക്തരായിട്ടുള്ള സേന അവരെ അടിച്ചമർത്തുന്നു, അവരുടെ തലകൾ വെട്ടിമാറ്റുന്നു. അതുമൂലം മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ അവർക്കുണ്ടാകുന്നു. ഈ ദുഃഖങ്ങളെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ദ്രിയ സുഖങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഈ ജീവിതത്തിൽ തന്നെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഭയം നമ്മൾക്ക് കാണാവുന്നതാണ്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അവർ ഭവന ഭേദനം ചെയ്യുന്നു, ധനം മോഷ്ടിക്കുന്നു, ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് മോഷണം നടത്തുന്നു, റോഡുകളിൽ അവർ മോഷണം നടത്തുന്നു, അല്ലെങ്കിൽ അവർ വ്യഭിചരിക്കുന്നു. അപ്പോൾ രാജാവ് അവരെ പിടികൂടി പലതരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് നൽകുന്നു. ചാട്ട കൊണ്ട് അടിക്കുന്നു, വടികൊണ്ട് അടിക്കുന്നു, വടികൊണ്ട് തലയിൽ തല്ലുന്നു, കൈ മുറിക്കുന്നു, കാൽ മുറിക്കുന്നു, അല്ലെങ്കിൽ രണ്ടും മുറിക്കുന്നു, കാതും മൂക്കും മുറിക്കുന്നു, അല്ലെങ്കിൽ രണ്ടും മുറിക്കുന്നു. പിന്നെ അവരെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു. അവരുടെ കഴുത്തിൽ തീ കൊണ്ടുള്ള മാല ഇടുന്നു, ശസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു, കൈകളെ ജ്വലിപ്പിക്കുന്നു, കുന്തങ്ങൾ കൊണ്ട് തറയ്ക്കുന്നു, മേലെ കൊളുത്തിടുന്നു, കാസ്റ്റിക് പിക്കിൾ കഴിപ്പിക്കുന്നു, മേലെ ചൂടുള്ള എണ്ണ ഒഴിക്കുന്നു, നായ്ക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശിരസ് ഛേദിക്കുന്നു. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. ഇന്ദ്രിയ സുഖങ്ങൾ മൂലമാണ് ഈ ദുഃഖങ്ങൾ എല്ലാം ഉണ്ടായത്. ഇന്ദ്രിയ സുഖങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ഭയാനകമാണ്, പ്രശ്നം ഉളവാക്കുന്നതാണ്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ മനസ്സുകൊണ്ട്
വാക്കുകൊണ്ട്, ശരീരം കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെ പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത് ആട്ടിനെ കൊല്ലൽ, കോഴിയെ കൊല്ലൽ, മാടിനെ കൊല്ലൽ, അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ, വ്യഭിചാരം ചെയ്യൽ, ഇതെല്ലാം പാപങ്ങളിൽ പെടുന്നതാണ്. അതിനുശേഷം മരണശേഷം അവർ അധോലോകത്ത് നരകത്തിൽ പോയിട്ട് ജനിക്കുന്നു. കായസഭേദ പരം മരണ അപായം ദുഃഖതിം വിനിപാതം നിരയം. അതായത് ഈ തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ മരണശേഷം അപായ ലോകത്ത് ദുർഗതി, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ലോകങ്ങൾ, അല്ലെങ്കിൽ നരകലോകത്തിൽ പ്രവേശിക്കുന്നു. ഇതെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രശ്നമാണ്. അത് ഈ ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് ദൃശ്യമാണ്. മഹാനാമ, ഞാൻ ഒരിക്കൽ രാജഗൃഹത്തിൽ ഗിജ്ജകൂട പർവ്വതത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ജൈൻ മുനിമാർ ഇസിഗിളി പർവ്വതത്തിൻ്റെ സമീപം കറുത്ത പാറയിൽ അവർ തുടർച്ചയായിട്ട് നിൽക്കുകയായിരുന്നു. അവർ ഒരിക്കലും ഇരിക്കുമായിരുന്നില്ല. അതുമൂലം അവരുടെ ശരീരത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള, വേദനയുള്ള, കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തെന്നാൽ അവർ കഠിന തപശ്ചര്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ സായാഹ്ന സമയത്ത് എൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ശേഷം കറുത്ത പാറയിലേക്ക് പോയി. എന്നിട്ട് ആ ജൈൻ മുനിമാരെ സന്ദർശിച്ചു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: മിത്രങ്ങളെ, നിങ്ങൾ എന്തിനാണ് തുടർച്ചയായിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? ഇത്ര കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്രയും വേദന, പ്രശ്നം, ബുദ്ധിമുട്ട് എല്ലാം അനുഭവിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ജൈൻ മുനിമാർ ഇങ്ങനെ എന്നോട് പറഞ്ഞു. നിഘണ്ഡ എന്നാണ് അവരെ പറയുന്നത്. ആ സെക്റ്റിനെ പറയുന്നത് നിഘണ്ഡ. മിത്രമേ, നിഘണ്ഡ വിഭാഗത്തിൽപ്പെട്ട ജൈൻ മുനിമാർ ഇങ്ങനെ പറയുന്നു: അവർ എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. അവർക്ക് അറിയാത്തതോ കാണാത്തതോ ആയ ഒന്നും തന്നെ ഇല്ല. അതായത് അവർ സർവജ്ഞരാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തങ്ങളിൽ ജ്ഞാനവും അതേപോലെ തന്നെ ദർശനവും എല്ലാ സമയത്തും ഉണ്ട്. നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത്, അതായത് എല്ലാ സമയത്തും അവർ മുക്തരായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സന്യാസിമാർ ഇങ്ങനെ പറയുന്നു: ജൈൻ മുനിമാരെ, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്തമായിട്ടാണ് നിങ്ങൾ ഇത്തരം കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പാപകർമ്മങ്ങൾ ഇല്ലാതായിട്ട് തീരും. അതുകൂടാതെ ഈ വർത്തമാനകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, വാണിയെ, മനസ്സിനെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നതിനാൽ നിങ്ങൾ ഭാവിയിലേക്ക് ഒരു തരത്തിലുള്ള പാപകർമ്മങ്ങളും ചെയ്യുന്നില്ല. അതിനാൽ നിങ്ങൾ ഭൂതകാലത്തിലുള്ള പാപകർമ്മങ്ങളെ കഠിന തപശ്ചര്യയാൽ ക്ഷീണിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് പാപകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. അതിനാൽ ഭാവിയിൽ കർമ്മഫലം ഇല്ലാത്തതിനാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നു. കർമ്മങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ദുഃഖങ്ങൾ അവസാനിക്കുന്നു. ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ സംവേദന അനുഭവം അവസാനിക്കുന്നു. വേദന അനുഭവിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ദുഃഖവും ക്ഷയിച്ചിട്ടുണ്ടാവും. ഇത് ജ്ഞാതക വിഭാഗത്തിൽപ്പെട്ട മുനിമാരുടെ തത്വദർശനമാണ്. ഞങ്ങൾ ഈ തത്വശാസ്ത്രത്തെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഇതിൽ തൃപ്തരാണ്. അവർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: മിത്രങ്ങളെ, നിങ്ങൾ ഭൂതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മിത്രമേ, ഞങ്ങൾക്ക് അറിയില്ല. വീണ്ടും ഗൗതമൻ ആ നിഘണ്ഠന്മാരോട് ചോദിച്ചു: നിങ്ങൾ ഭൂതകാലത്ത് പാപകർമ്മങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല മിത്രമേ. വീണ്ടും ബുദ്ധൻ ആ നിഘണ്ഠന്മാരോട് ചോദിച്ചു: നിങ്ങൾ ഇന്ന ഇന്ന പാപകർമ്മങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല മിത്രമേ. ബുദ്ധൻ അവരോട് വീണ്ടും ചോദിച്ചു: നിങ്ങളുടെ ഇത്ര ദുഃഖങ്ങൾ പോയി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത്ര ദുഃഖങ്ങൾ ക്ഷയിക്കാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ?
ഇത്ര ദുഃഖങ്ങൾ പോയി എങ്കിൽ ബാക്കിയുള്ള ദുഃഖങ്ങളും പോകും എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല മിത്രമേ. ഗൗതമൻ അവരോട് ചോദിച്ചു, മിത്രമേ, ഈ വർത്തമാനകാലത്ത് അകുശല ധർമ്മങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെ കുശലധർമ്മങ്ങൾ പ്രാപിക്കാം എന്ന് നിങ്ങൾക്ക് അറിയാമോ? അകുശലധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപധർമ്മങ്ങൾ, അത് എങ്ങനെ ഉപേക്ഷിക്കാം. കുശലധർമ്മങ്ങൾ എന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങൾ, അത് എങ്ങനെ സമ്പാദിക്കാം എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല മിത്രമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല. നിങ്ങൾ ബോധത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ബോധത്തിൽ നിങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഏതെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ പാപകർമ്മങ്ങളിൽ എത്ര കർമ്മങ്ങൾ ക്ഷയിച്ചു? ഇനി എത്ര കർമ്മങ്ങൾ ക്ഷയിക്കാനുണ്ട്? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ക്രൂരരായിട്ടുള്ള, കയ്യിൽ രക്തം പുരണ്ടിട്ടുള്ള, വളരെ പാപകരമായിട്ടുള്ള ജീവിതവൃത്തി ചെയ്യുന്നവർ, അവർ ഈ ലോകത്ത് പിറന്നുകൊണ്ട് അവർ ജൈനമുനികളായിട്ട് പോകുന്നു. അതായത് പാപകർമ്മങ്ങൾ ചെയ്തവരാണ് ജൈനമുനികൾ ആകുന്നത് എങ്കിൽ ഇത്തരം പാപകർമ്മങ്ങൾ ചെയ്യുന്നവരല്ലേ ജൈനമുനിയായിട്ട് പോവുകയുള്ളൂ എന്നാണ് ബുദ്ധൻ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഗൗതം ബുദ്ധനോട് പറഞ്ഞു, മിത്ര, സുഖത്താൽ ഒരിക്കലും സുഖം ലഭിക്കില്ല, ദുഃഖത്താൽ മാത്രമേ സുഖം ലഭിക്കൂ. സുഖത്താൽ സുഖം ലഭിക്കും എങ്കിൽ മഗധയിലെ രാജാവ് ബിംബിസാരനാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കേണ്ടത്. താങ്കളേക്കാൾ കൂടുതൽ സുഖത്തിൽ ജീവിക്കുന്നത് ആ രാജാവാണ്. അപ്പോൾ ബുദ്ധൻ ആ ജൈനമുനിമാരോട് പറഞ്ഞു, നിങ്ങൾ ആലോചിക്കാതെയാണ് സംസാരിക്കുന്നത്, കാര്യകാരണങ്ങൾ വിചാരിക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത്. സുഖത്താൽ സുഖം ഒരിക്കലും ലഭിക്കില്ല, ദുഃഖത്താൽ മാത്രമേ സുഖം ലഭിക്കൂ. രാജാവ് ബിംബിസാരൻ വളരെ സുഖത്തിലാണ് ജീവിക്കുന്നത്, താങ്കളേക്കാൾ സുഖത്തിലാണ് രാജാവ് ജീവിക്കുന്നത്. എന്നാൽ ഈ കാര്യം എന്നോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, ആരാണ് ഏറ്റവും കൂടുതൽ സുഖത്താൽ ജീവിക്കുന്നത്? ബിംബിസാര രാജാവാണോ അതോ ആയുഷ്മാൻ ഗൗതമനാണോ? അപ്പോൾ ആ ജൈനമുനിമാർ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കാതെയാണ് കാര്യങ്ങൾ പറഞ്ഞത്, പെട്ടെന്ന് ധൃതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. സുഖത്താൽ മാത്രമേ സുഖം ലഭിക്കൂ, ദുഃഖത്താൽ ഒരിക്കലും സുഖം ലഭിക്കില്ല. ബിംബിസാര രാജാവ് താങ്കളേക്കാൾ വളരെ കൂടുതൽ സുഖത്തിലാണ് ജീവിക്കുന്നത്. അതെല്ലാം പോട്ടെ, ഞങ്ങളിപ്പോൾ ആയുഷ്മാൻ ഗൗതമനോട് ഇങ്ങനെ ചോദിക്കുന്നു, ആരാണ് കൂടുതൽ സുഖത്തിൽ ജീവിക്കുന്നത്? ബിംബിസാര രാജാവാണോ അതോ ആയുഷ്മാൻ ഗൗതമനാണോ? നിഗന്ധപുത്ര, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു മറുചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് മറുപടി തരിക. നിഘണ്ഠപുത്ര, ബിംബിസാര മഹാരാജാവിന് 7 ദിനങ്ങളും 7 രാത്രിയും ശരീരം അനക്കാതെ സംസാരിക്കാതെ ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ കഴിയുമോ? ഇല്ല മിത്രമേ എന്ന് ആ മുനിമാർ പറഞ്ഞു. മിത്രമേ, രാജാവ് ബിംബിസാരന് 6 ദിനരാത്രങ്ങൾ, 5 ദിനരാത്രങ്ങൾ, 4 ദിനരാത്രങ്ങൾ, 3 ദിനരാത്രങ്ങൾ, 2 ദിനരാത്രങ്ങൾ, 1 ദിനരാത്രങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ശരീരം അനക്കാതെ സംസാരിക്കാതെ ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ സാധിക്കുമോ? ഇല്ല മിത്രമേ എന്ന് ജൈനമുനിമാർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗൗതം ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, എന്നാൽ എനിക്ക് ഒരു ദിവസവും രാത്രിയും ശരീരം ഒട്ടും തന്നെ അനക്കാതെ സംസാരിക്കാതെ ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ സാധിക്കും. 2 ദിനരാത്രങ്ങൾ, 3 ദിനരാത്രങ്ങൾ, 4 ദിനരാത്രങ്ങൾ, 5 ദിനരാത്രങ്ങൾ, 6 ദിനരാത്രങ്ങൾ, 7 ദിനരാത്രങ്ങൾ എനിക്ക് എൻ്റെ ശരീരം അനക്കാതെ സംസാരിക്കാതെ ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ സാധിക്കും. മിത്രങ്ങളെ, കാര്യങ്ങൾ ഇങ്ങനെയായതുകൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ സുഖത്തിൽ ജീവിക്കുന്നത്? ബിംബിസാര രാജാവാണോ അതോ ഞാനാണോ? അപ്പോൾ ആ മുനിമാർ ഇങ്ങനെ പറഞ്ഞു, അതങ്ങനെയാണെങ്കിൽ ആയുഷ്മാൻ ഗൗതമൻ തന്നെയാണ് കൂടുതൽ സുഖത്തോടുകൂടി ജീവിക്കുന്നത്. അതാണ് ബുദ്ധൻ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സാഖ്യൻ ആയിട്ടുള്ള മഹാനാമൻ തൃപ്തനായി. എന്നിട്ട്
ഭഗവാന്റെ വാക്കുകളെ അഭിനന്ദിച്ചു. ചൂള ദുഃഖഖന്ത സൂത്തം അവസാനിച്ചു. 1 മുതൽ 7 ദിവസങ്ങൾ വരെ ഭഗവാൻ ഇരിക്കും എന്ന് പറഞ്ഞത് ഇത് അനാഗാമികൾക്കും അല്ലെങ്കിൽ അർഹന്തന്മാർക്കും ഉള്ള ഒരു കഴിവാണ്. 8 ധ്യാനങ്ങളും നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രീതിയിൽ എത്ര സമയം വേണമെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച് ഇരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 10 മണിക്കൂർ 10 മിനിറ്റ് 10 സെക്കൻഡ് ഞാൻ ഈ രീതിയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കും എന്ന് മനസ്സിൽ ഒരു സങ്കല്പം വെച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 10 മണിക്കൂർ 10 മിനിറ്റ് 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി കണ്ണു തുറക്കും. അതുവരെ ആ വ്യക്തി പൂർണ്ണമായിട്ടുള്ള ശാന്തമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ധ്യാനങ്ങളുടെ പീതി സുഖത്തിൻ്റെ പ്രാധാന്യം ഈ സൂത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആരെങ്കിലും ധ്യാനം ശരിയല്ല, അതിലെ പീതി സുഖം ഒരിക്കലും അനുഭവിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.